ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വൻ ഏറ്റുമുട്ടൽ നടന്നു. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതായി തന്നെ സംശയിക്കുന്ന ലഷ്കർ ഭീകരരുമായിട്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കത്വയിലുള്ള കഹോ ഗ്രാമത്തിൽ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടൽ നടന്നത്. ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവർ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചത്. ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെ കണ്ടെത്താൻ പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സുരക്ഷാ സേനയും SOG വിഭാഗം ഭീകരരെ ആദ്യമായി തന്നെ കണ്ടെത്തിയത്. ഇതോടുകൂടി തന്നെ പ്രദേശത്ത് ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ്. സുരക്ഷാ സേനയെ കണ്ട ഭീകരരാകട്ടെ അവിടേക്ക് വെടിയുതിർക്കുകയും സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി തന്നെ വീണ്ടും ആ പ്രദേശത്ത് വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയും എന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലിന് ശേഷം ഭീകരരാകട്ടെ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ച ഭീകരരെ കണ്ടെത്തിയതായി തന്നെ CRPF ഉൾപ്പെടെയുള്ള കൂടുതൽ സേനാംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വലിയ രീതിയിലുള്ള വിന്യാസമാണ് നടത്തിയത്. നിലവിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നില്ലെങ്കിൽ പോലും വനമേഖല പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് തിരച്ചിൽ തുടരുകയാണ്. ഭീകരർ ഒളിച്ചിരിക്കുന്ന വനമേഖലയിൽ സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പക്കൽ നിന്നും മാരകമായ ആയുധങ്ങളടക്കം ഇവർ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്കൂടെ അവർ നുഴഞ്ഞു കയറുകയും അതുവഴി അവർ കടത്തിയതായും തന്നെ ഇതിലൂടെ വ്യക്തമാക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം 2026 ആദ്യമായി നടന്ന ഏറ്റുമുട്ടലിൽ മുക്ക എന്ന ബെങ്കി മാക് ഉൾപ്പെടെ തന്നെ 14 നക്സലുകളെ കേന്ദ്രസേന വധിക്കുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിലെ ഏറ്റവും അപകടകരമായ നക്സൽ മേഖലയാണ് ഛത്തീസ്ഗഡിലെ സുക്മ. 2 സ്ഥലങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 14 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടത്. ഇതിൽ 12 പേർ സുക്മ വനത്തിനുള്ളിലെ ഏറ്റുമുട്ടലിലാണ് മരിച്ചതെങ്കിൽ പോലും 2 പേർ ബിജാപൂരിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മരിച്ചത്. അതേപോലെ തന്നെ തലയ്ക്ക് 60 ലക്ഷം രൂപ വിലയുള്ള മുക്ക എന്ന വെട്ടി മങ്കാട്ട് ഉൾപ്പെടെ 14 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചതോടുകൂടി തന്നെ നക്സൽ പിടിയിൽ നിന്നും അവിടെ സുക്മ പതിയെ തന്നെ മോചിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായ ആകാശ് റാവുവിന്റെ ജീവനെടുത്ത ഇത്തരത്തിൽ IED സ്ഫോടനത്തിന് പിന്നാലെ തന്നെ ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾക്ക് പങ്കുണ്ട് എന്നും സുക്മ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിലെ സുക്മയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത്. മാവോയിസ്റ്റുകളിൽ നിന്ന് AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സുക്മ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. സുക്മ SP ആയ കിരൺ ചൗഹാനാണ് ഏറ്റുമുട്ടലിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടത്. വെട്ടി മങ്കാട് ഉൾപ്പെടെ തന്നെ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ബസന്തർ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് എളുപ്പമാണ് എന്നും പോലീസ് വ്യക്തമാക്കി. നക്സൽ സംഘടനയിലെ ഏറ്റവും അപകടകാരിയാണ് തലയ്ക്ക് 60 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച വെട്ടി മങ്കാട് എന്ന സുക്മ SP കിരൺ ചൗഹാൻ എന്നും വ്യക്തമായിരിക്കുകയാണിപ്പോൾ. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ അതിർത്തി കടന്നുകൊണ്ട് ലഷ്കർ ഭീകരരടക്കം നുഴഞ്ഞു കയറി വനത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.